ഡോക്ടറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു റിപ്പോർട്ട് കാണാം. ഭിന്നശേഷിക്കാർക്ക് വാക്സിനേഷനായി സംസ്ഥാനത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകി അത് വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വിതരണ കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ഭിന്നശേഷിക്കാരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി കോവിഡ് വാക്സിൻ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും വിതരണ കേന്ദ്രങ്ങളിൽ ഇവർ നേരിട്ടെത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. മറ്റുള്ളവരോടൊപ്പം മണിക്കൂറുകളോളം ഇവർ കാത്തു നിൽക്കണം. ഇതൊഴിവാക്കാനായാണ് ഇവർക്കായി വാക്സിൻ നൽകുന്നതിന് പ്രത്യേക കേന്ദ്രങ്ങൾ വേണമെന്ന ആവശ്യം ഉയർന്നത്. ഇക്കാര്യത്തിൽ ക്രമീകരണങ്ങൾ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത് വേഗത്തിൽ നടപ്പാക്കും. വാക്സിൻ ലഭ്യമാക്കുന്ന സ്ഥലത്ത് കൃത്യമായ ചില ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ ചില നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശം പൂർണ്ണമായിട്ട് ഫലസിദ്ധിയിലായിട്ടില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഭിന്നശേഷിക്കാരേറെയുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ ആരോഗ്യ പ്രവർത്തകർ നേരിട്ടെത്തി വാക്സിൻ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതോടൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പരിചരിക്കുന്നവർക്കും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി വാക്സിൻ നൽകണമെന്നും സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ ആരോഗ്യവകുപ്പിന് നൽകിയ ശുപാർശയിൽ വ്യക്തമാക്കിയിരുന്നു. സിജോ വി ജോൺ, ന്യൂസ് 18, കൊച്ചി. കോവിഡും തൊണ്ടവേദനയും എന്നതാണ് വിഷയം. ഡോക്ടർ സുൽഫി നൂഹ് നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഈ കോവിഡ് കാലത്ത് നമ്മൾ എത്രത്തോളം പേടിക്കേണ്ടതുണ്ട് തൊണ്ടവേദനയെ? നമുക്കറിയാമല്ലോ, കോവിഡ് രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഇപ്പൊ അറിയാം എന്നുള്ളതാണ് പൊതുവെ കരുതപ്പെടുന്നത്. നമുക്ക് തൊണ്ടവേദന വരിക, മൂക്കൊലിപ്പ് വരിക, പനി വരിക, ചുമ വരിക, ഇതെല്ലാം തന്നെ ഒരു കോവിഡ് രോഗത്തിന്റെ ലക്ഷണമായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ത്രോട്ടിലെ മുമ്പ് തന്നെ നമുക്കിപ്പോൾ എപ്പോഴും രോഗികൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ, എനിക്ക് മുമ്പേ തന്നെ ഇടയ്ക്ക് ത്രോട്ട് പെയിൻ വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു ക്രോണിക് ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് ഫാരഞ്ചൈറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ LPRD എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാരിഞ്ചിയോ ഫാരഞ്ചിയൽ റിഫ്ലക്സ് എന്ന് പറയുന്ന അസുഖങ്ങളാണ്. അതായത് തൊണ്ടയിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് മുൻപേ ഉണ്ടായിരുന്ന രോഗമുള്ള ആൾക്കാർക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അത് കോവിഡ് ആണോ എന്നുള്ള ഒരു സംശയമാണ് സ്വാഭാവികമായിട്ടും വരിക. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഇപ്പോഴൊരു പാൻഡമിക്കിന്റെ ഘട്ടത്തില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് വെച്ചാല്, ഈ പനി, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ശരീരവേദന ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഒരുമിച്ച് ഈ ഒരു ഘട്ടത്തിൽ വരികയാണെങ്കിൽ അതിനെ എന്തായാലും ഏതർത്ഥത്തിലും അത് നിസ്സംശയമായിട്ടും അതിനെ ആദ്യത്തെ രോഗലക്ഷണം അതിന്റെ കോവിഡിലായിട്ട് തന്നെ കാണുന്നത് തന്നെയാണ് നല്ലത്. കാരണം മറ്റ് പ്രീ എക്സിസ്റ്റിംഗ് രോഗങ്ങളുള്ള ആൾക്കാർക്ക് വരുമ്പോൾ പോലും ഇത് കോവിഡ് അല്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ മുമ്പ് സ്ഥിരമായിട്ട് ടോൺസിലൈറ്റിസ് വന്നുകൊണ്ടിരുന്ന ആളിന്, അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ഫാരഞ്ചൈറ്റിസ് വന്നുകൊണ്ടിരുന്ന ആൾക്ക്, അതായത് തൊണ്ടയ്ക്ക് മുൻപും സ്ഥിരമായ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരുന്ന ആളിന് പോലും ഒരുപക്ഷെ തൊണ്ടവേദനയും അതോടൊപ്പം പനിയും മൂക്കൊലിപ്പും ഒക്കെ വരികയാണെങ്കിൽ അത് കോവിഡ് ആണോ എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതാണ്. അതില്ല എങ്കിൽ മാത്രമേ നമുക്ക് കോവിഡ് രോഗമല്ല, മറ്റു രോഗങ്ങളുടെ മുമ്പേ ഉണ്ടായിരുന്ന രോഗങ്ങളാണ് എന്ന് കണ്ട് നമുക്ക് ചികിത്സിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ ഒരു പാൻഡമിക്കിന്റെ ഘട്ടത്തില് കോവിഡ് അല്ല എന്ന് ഉറപ്പുവരുത്തുക വളരെയധികം പ്രാധാന്യം അറിയിക്കുകയാണ്. അതിപ്പം കോവിഡ് രോഗികളിൽ ഏറ്റവും അധികം കാണുന്ന ലക്ഷണം ഒന്ന് തൊണ്ടവേദന തന്നെയാണ്. ചിലരിൽ ഇതിനോടൊപ്പം വരണ്ട ചുമയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ കോവിഡിന്റെ തൊണ്ടവേദന പ്രത്യേകം തിരിച്ചറിയാനാകുമോ? പലർക്കും അത് തിരിച്ചറിയാതെ പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അബ്സല്യൂട്ട്ലി. നമുക്ക് അതാണ്, ഈ നേരത്തെ ഉണ്ടായിരുന്ന തൊണ്ടവേദന ഉള്ള ആൾക്കാർക്കായിരിക്കുമല്ലോ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇത് കോവിഡിന്റെ ആണോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മറ്റു രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു, നമുക്ക് തൊണ്ടവേദന വരുന്നു, അതോടൊപ്പം പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, അറിയാലോ കോവിഡിന്റെ മറ്റു ലക്ഷണങ്ങൾ. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രോഗലക്ഷണങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു കോവിഡിനെ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. തൊണ്ടവേദന മാത്രം വരുന്നു, അതായത് തൊണ്ടയ്ക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഇറക്കുമ്പോൾ ആഹാരം ഇറക്കുമ്പോൾ പെയിനുണ്ട്, അങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ പോലും നമുക്ക് വീണ്ടും അത് കോവിഡ് തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ തൊണ്ടവേദനയ്ക്ക് അല്ലെങ്കിൽ കോവിഡിന്റെ തൊണ്ടവേദനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായിട്ട് അല്ലെങ്കിൽ മറ്റു രോഗങ്ങളിലുമായിട്ട് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ടോൺസിലൈറ്റിസുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഫാരഞ്ചൈറ്റിസുമായിട്ടോ ഒക്കെ വരുന്ന തൊണ്ടവേദനയുമായിട്ട് പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇതും ഒരു ഫാരഞ്ചൈറ്റിസ് അല്ലെങ്കിൽ തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷൻ തന്നെയാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇതിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കോവിഡ് അല്ലെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളത് ആദ്യത്തത്. മറ്റ് ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എനിക്ക് മുമ്പ് ഇങ്ങനെ രോഗം ഉണ്ടായിരുന്ന ആളാണ്, സ്ഥിരമായിട്ട് എനിക്ക് ടോൺസിലൈറ്റിസ് വരുന്ന ആളാണ് അല്ലെങ്കിൽ ഫാരഞ്ചൈറ്റിസ് വരുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു രോഗലക്ഷണം നമ്മൾ പറയുന്നത് നല്ലതായിരിക്കും. കാരണം ഡോക്ടറിന് എപ്പോഴും ആ ഒരു കാര്യവും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചികിത്സ ആരംഭിക്കുവാൻ സഹായിക്കും. ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ മറ്റു കാരണങ്ങളിൽ മുമ്പേ ഉണ്ടായിരുന്ന അസുഖങ്ങളെ ചികിത്സിക്കുന്നത് കൂടുതൽ ഡോക്ടറിന് അത് സഹായകരമായി മാറുകയും ചെയ്യും. ഇതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു രോഗമാണ് ലാരിഞ്ചിയോ ഫാരഞ്ചിയൽ റിഫ്ലക്സ് ഡിസീസ്. അതായത് നമ്മുടെ
ആഹാരം ഇറങ്ങുന്ന ട്യൂബിന്റെ ഭാഗത്ത് നിന്നും ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ വയറിൽ നിൽക്കേണ്ട ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ അംശം തൊണ്ടയിലേക്കും അല്ലെങ്കിൽ നെഞ്ചിലേക്കും അതിന് വീണ്ടും തൊണ്ടയിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഒരു റിഫ്ലക്സ് വരുന്നത്. അതായത് ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ് നെഞ്ചിലേക്കും വായിലേക്കും ഒക്കെ വരുന്ന ഒരു രീതി, അത് ഫാരിങ്സിലേക്ക് വന്ന് വീഴുമ്പോൾ ലാരിഞ്ചോ ഫാരിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്, അതായത് തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രതീതി അനുഭവപ്പെടും. അത് വളരെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. അപ്പൊ ആ രോഗം ഉള്ള എല്ലാവരും തന്നെയും അത് കോവിഡ് ആണ് എന്ന് നമുക്ക് ധരിക്കാൻ കഴിയില്ല. എങ്കിലും അത്തരം രോഗലക്ഷണങ്ങൾ, വ്യത്യസ്തമായ രോഗലക്ഷണങ്ങൾ വരികയാണ്, ചെറിയ വ്യത്യാസത്തോടു കൂടിയെങ്കിലും രോഗലക്ഷണങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട് എറണാകുളത്ത് നിന്നാണ്. സലീം ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. നമസ്കാരം ഡോക്ടർ. ഹലോ. നമസ്കാരം. ഞാൻ കോവിഡ് ഒക്ടോബറിൽ വന്നു പോയ വ്യക്തിയാണ്. ഒക്ടോബറിൽ വന്നു പോയതാണ്. 5-8 മാസമായി. അപ്പൊ അന്ന് തൊട്ട് ഇന്നോട്ട് തൊണ്ടയിൽ ഇങ്ങനെ ഒരു കനമായി ഇരിക്കലും ഒരു അസ്വസ്ഥത ഇപ്പോഴും മാറുന്നില്ല. ഞാനിപ്പോ 2 വാക്സിൻ ഡോസ്. ഡോക്ടറെ, നേരത്തെ ഇതുപോലെ തൊണ്ടയ്ക്ക് എപ്പോഴും തട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു കനം ഇരിക്കുന്നത്, ഭാരം ഇരിക്കുന്നത് പോലെയൊക്കെ തോന്നുന്ന രോഗലക്ഷണങ്ങൾ ഈ കോവിഡ് വരുന്നതിന് മുൻപും ഉണ്ടായിരുന്നോ? അത്രത്തും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് വന്നേ പിന്നെ ഞാൻ ഡോക്ടറെ പോയി കാണുക. അപ്പൊ ഡോക്ടർ പറഞ്ഞു കോവിഡ് വന്നാൽ പിന്നെ ഈ നെഞ്ച് ഡ്രൈ ആവും, അതിനെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്, നിങ്ങൾ ഗാർഗിൾ ചെയ്യുക ഡോക്ടർ പറഞ്ഞു തന്നിരുന്നത്. അതെ, അത് തന്നെയാണ്. അതായത് സാധാരണ മുമ്പ് തന്നെ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ഒരാളിലാണെങ്കിൽ അത് ചികിത്സ അല്പം വ്യത്യാസമായിരിക്കും. ഈ കോവിഡിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ നിലനിൽക്കുന്നതെങ്കിൽ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി നമുക്ക് ആ തൊണ്ടയുടെ ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണല്ലോ, അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് കൂടെ അത്തരം രോഗലക്ഷണങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ തൊട്ട് മുൻപ് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തൊണ്ടയിലേക്ക് വരുന്ന ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷൻസിന്റെ കൂടുതൽ സെക്രീഷൻ തൊണ്ടയിലേക്ക് വന്ന് വീഴുന്ന ഒരു റിഫ്ലക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളും ആവശ്യമായി വന്നേക്കാം. എന്തായാലും ഡോക്ടറെ കാണുക. ഡോക്ടർ അത്തരം ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ തരും. ചിലപ്പോൾ ഒരു ത്രോട്ടിന് ഇറിറ്റേഷൻ കുറയ്ക്കുന്നുള്ള അലർജിയുടെ മരുന്നുകളും ഇതുമാതിരി ഞാൻ ഈ പറഞ്ഞ മാതിരി ഗ്യാസ്ട്രിക് സെക്രീഷന്റെ അളവ് കുറയ്ക്കുന്നുള്ള മരുന്നുകളും ആവശ്യമാണെങ്കിൽ മറ്റു ചില മരുന്നുകളും കഫ് സിറപ്പോ അല്ലെങ്കിൽ കഫ് സപ്രസന്റ് പോലെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് ആവശ്യമായി വന്നേക്കാം. തീർച്ചയായിട്ടും കോവിഡ് വരുന്ന രോഗികളിൽ തൊണ്ടയിലെ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള കുത്തിയുള്ള ചുമയൊക്കെ സാധാരണഗതിയിൽ കാണാറുണ്ട്. ശരി ഡോക്ടർ, ആലപ്പുഴയിൽ നിന്നൊരു കോൾ കൂടിയുണ്ട്. അബ്ദുള്ളയാണ്. അബ്ദുള്ള ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. നല്ല നമസ്കാരം അബ്ദുള്ള, പറയൂ. ഡോക്ടർ, ഞാൻ കോവിഡ് വന്ന് നെഗറ്റീവായ ആളാണ്. ഈ കഴിഞ്ഞ മാസമായിരുന്നു. 22 ദിവസം കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്ത് നെഗറ്റീവായി. എനിക്കിപ്പോൾ തൊണ്ടയിൽ ആഹാരം ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട്. തൊണ്ടയുടെ ഒരു സൈഡിൽ കൂടി ഭയങ്കര വേദനയാണ്. വൈകുന്നേരം അത് രാവിലെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയും നമുക്ക് ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പൊ ഇതിനിടയിൽ എനിക്ക് ഈ നാക്കിന്റെ ഒരു സൈഡ് ഈ എന്തെങ്കിലും ടാബ്ലറ്റ്സുകൾ കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുരുക്കൾ വരാറുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അതിന് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ചപ്പോൾ കുരുക്കൾക്ക് ഡോക്ടർ ഒരു മരുന്ന് വായിൽ വെള്ളം ആയിട്ട് കൊള്ളാനും അതിന് ശേഷം വേറൊരു ഓയിൽമെന്റും തന്നായിരുന്നു. പക്ഷെ അത് ഇട്ടിട്ട് ഇത് കുറയുന്നുമില്ല. എനിക്ക് എപ്പോഴും ആഹാരം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. കാണുന്നുണ്ടോ മുമ്പ് വന്നതുപോലെ? ഇല്ല, എനിക്ക് അങ്ങനെയുള്ള ഈ തൊണ്ടയുടെ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ വിഷമം ഉണ്ടാകാറുണ്ട്. അതിന് മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറുകയും ചെയ്യും. അല്ല, അതുപോലെയുള്ള കുരുക്കൾ ഇപ്പോ നാക്കിന്റെ അകത്തോ വായുടെ അകത്തോ ചുണ്ടുകളുടെ ഉൾഭാഗത്തോ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഉണ്ട്. ഇപ്പൊ ഒരു കുരുവുണ്ട്. അതിന് ഞാൻ ടാബ്ലറ്റ് മരുന്ന് കഴിക്കുന്നുണ്ട്. എക്സാക്ട്ലി. ഓക്കെ. അപ്പൊ അത് കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി നേരത്തെ മുമ്പ് ഡോക്ടർ തന്ന മാതിരി വായില് പുരട്ടുന്ന മരുന്നുകൾ, വായില് ഉപ്പുവെള്ളം കുളിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ചിലപ്പം ഒരു വൈറ്റമിൻ ഗുളികയും മറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെ ഇതിന് ചിലപ്പോൾ ഡോക്ടർ തന്നിരിക്കും. എന്തായാലും ഇത് തന്നെയാണ് കാരണമെന്ന് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. കോവിഡ് വന്ന രോഗികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ട് മുമ്പത്തെ കോളർ പറഞ്ഞതുമാതിരി നമുക്കൊരു ത്രോട്ടിന് കുറച്ച് നാളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഇറിറ്റേഷനും അതോടൊപ്പം ചുമയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണോ അതോടൊപ്പം വായിൽ വരുന്ന അൾസറും അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും കൂടെ ഇതിനോടൊപ്പം കൂടുതൽ ഉണ്ടാകാം. കാരണം അത്തരം ഈ വായിൽ വരുന്ന അൾസറും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ആങ്സൈറ്റി, അമിതമായ ഉത്കണ്ഠയും ഉറക്കക്കുറവും
ഭക്ഷണത്തിലുള്ള വ്യത്യാസമൊക്കെ കാരണമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ ഇതുമായി കൂട്ടിച്ചേർന്നിരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും വീണ്ടും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് തന്നെ വിവരങ്ങൾ പറയുക. ഡോക്ടർ ഇതിന് അനുസൃതമായി അല്പം മരുന്നുകളിൽ ചെറിയ വ്യത്യാസം ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കും. ഇതൊരു ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഇത് പോകില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. ഏതാനും ദിവസത്തെയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകളിലെ മരുന്നുകൾ കൊണ്ട് ഇത് പരിപൂർണമായിട്ടും ഭേദമാകുന്നതാണ്. ശരി ഡോക്ടർ, ഈ കാലാവസ്ഥയുടെയും അതുപോലെ അലർജിയുടെയും ഭാഗമായിട്ടൊക്കെ തൊണ്ടവേദന, തൊണ്ട ചൊറിച്ചിൽ, മൂക്കൊലിപ്പ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ മഴയൊക്കെയാണ്, കോവിഡ് സാഹചര്യം കൂടിയാണ്. അപ്പം നമ്മൾ ഈ സ്വയം ചികിത്സ എന്നുള്ള പരിപാടികൾ അത് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ആവി പിടുത്തമായിരുന്നു കൂടുതലായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആവി പിടിച്ചാൽ ബ്ലാക്ക് ഫംഗസിന്റെ ഭീഷണി നമുക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഒരുപാട് പേരൊക്കെ ആവി പിടുത്തത്തിൽ നിന്നൊക്കെ മാറുന്നുമുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ വേണ്ടി സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ തുമ്മലും ജലദോഷവും ഒക്കെ. എക്സാക്ട്ലി. ഇതിപ്പോ ധാരാളമായിട്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു അറിയാലോ, പെട്ടെന്നുണ്ടായ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന വ്യത്യാസം ഇത്തരം രോഗലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മൂക്കൊലിപ്പ് ഉണ്ടാവുക, തൊണ്ടവേദന ഉണ്ടാവുക, അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷം വരുമ്പോൾ മുമ്പ് ശ്വാസം മുട്ടലുണ്ടായിരുന്ന ആൾക്കാർക്ക് അതിന് ഒരു കൂടുതൽ ഉണ്ടാവുക, ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ മഴക്കാലത്ത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു പാൻഡമിക്കിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് എന്തുതരം മൂക്കൊലിപ്പാണെങ്കിലും തൊണ്ടവേദനയാണെങ്കിലും പനിയാണെങ്കിലും, പ്രത്യേകിച്ച് ഫീവറുള്ള ഒരു സാഹചര്യത്തിൽ, പനി അതിനോടൊപ്പം ഉണ്ട് എന്നുള്ള സാഹചര്യത്തിൽ കോവിഡ് അല്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. അത് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം വളരെ സിഗ്നിഫിക്കന്റ്. നമുക്കൊന്നും ഒരു കേസ് പോലും മിസ് ചെയ്ത് പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോവിഡ് അല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും ത്രോട്ടിന് ഇങ്ങനത്തെ ഇൻഫെക്ഷനും ഇറിറ്റേഷനും ഒക്കെ വരുമ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആവി പിടിക്കുക ഒരു ഹോട്ട് എയർ ഉള്ളിലോട്ട് പോകുന്ന, ചൂടുള്ള ആവി ഉള്ളിലേക്ക് പോകുന്ന ഒരു പ്രിൻസിപ്പിളാണ് അത് ഉപയോഗിക്കുക. പക്ഷെ നിരന്തരം ആവി പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിനകത്തുള്ള സീലിയ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് അവതാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ അത് മൂക്കിനകത്തുള്ള നോർമൽ സ്ട്രക്ചറിന് വ്യത്യാസം വരുത്തിക്കളയും. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വല്ലപ്പോഴും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരമൊക്കെ ഒന്ന് മൂക്കൊലിപ്പ് സ്ഥിരമായിട്ട് വെറുതെ ആവി പിടിക്കരുത്. മൂക്കൊലിപ്പോ മൂക്കടവോ തുമ്മലോ ഒക്കെ സ്ഥിരം നിൽക്കുന്ന ആൾക്കാർക്ക് മൂക്കിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ശേഷം ആവി പിടിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാ നേരവും ഒരു 4-5, ഞാൻ ചില രോഗികളുടെയൊക്കെ കാര്യം പറയുന്നുണ്ട്, അവരെ 6, 7, 8 തവണയൊക്കെ ആവി പിടിക്കുന്നു എന്ന് കേട്ടോ. അത് നമ്മുടെ മൂക്കിനകത്തുള്ള നോർമൽ സ്ട്രക്ചറിനെ നശിപ്പിച്ചളയും. ചെറിയ രോമകൂപങ്ങളുണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, അതിനൊക്കെ നശിപ്പിച്ചില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പാടില്ല. പക്ഷെ സ്ഥിരമായി അലർജിയുടെ രോഗലക്ഷണം ഉള്ള ആൾക്കാർക്ക് കോവിഡ് അല്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, കോവിഡിന് മറ്റ് രോഗലക്ഷണങ്ങളും ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആന്റിഹിസ്റ്റമിൻ അല്ലെങ്കിൽ അലർജിക്കുള്ള മരുന്നുകൾ കഴിക്കാം. ചെറിയ ചൂടുപ്പ് വെള്ളം വായിൽ കിടക്കാൻ നേരത്തിന് മുൻപ് കൊള്ളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മൂക്കിൽ ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകൾ ഡോക്ടർ മുമ്പ് കുറിച്ച് തന്നതുണ്ടാവണം. അല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ടതിന് ശേഷം അത്തരം തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചതിന് ശേഷം ആവി പിടിക്കുന്ന രീതി നമുക്ക് ചെയ്യാം. ഏതായാലും സ്വയം ചികിത്സ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഒട്ടും തന്നെ പാടില്ല. നമുക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കോവിഡ് അല്ല എന്ന് ഉറപ്പാക്കി ടെസ്റ്റ് ചെയ്തതിനു ശേഷം അലർജിയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സിക്കുന്നത് തന്നെയാണ് നല്ലത്. ശരി ഡോക്ടർ, നെടുമങ്ങാട് നിന്നൊരു കോൾ ഉണ്ട്. അബ്ദുൾ വഹാബാണ്. അബ്ദുൾ വഹാബ്, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ടിവിയിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് സംസാരിക്കാമോ? ടിവിയുടെ വോളിയം കുറയ്ക്കാൻ തോന്നുന്നു. സാറേ, ഈ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ആഹാരം കഴിക്കരുതെന്ന് മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ടി വിയിൽ ശ്രദ്ധിക്കുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ. അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കോൾ കട്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റ് പ്രേക്ഷകരുണ്ട്, കൂടുതൽ സംശയങ്ങളുമുണ്ട്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സുൽഫി നൂഹാണ് നമ്മളോടൊപ്പം ഉള്ളത്. നെടുമങ്ങാട് നിന്ന് മറ്റൊരു കോൾ കൂടിയുണ്ട്. ഡോക്ടർ സുകുമാരൻ എന്നയാളാണ്. സുകുമാരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടറിന് കേൾക്കാം. പറയൂ. ഡോക്ടറെ, എനിക്ക് ഈ തൊണ്ട അടപ്പെന്ന് പറയുന്നത് അസുഖമാണ്. അത് 2 വർഷമായി. ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കും. 5 ദിവസം മരുന്ന് തരും. അത് കഴിച്ചു കഴിയുമ്പോൾ കുറവാകും. വീണ്ടും ഇതുപോലെ ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തൊണ്ട അടയ്ക്കും. ഇപ്പൊ 2 വർഷമായി. ഇപ്പം ഓൾറെഡി ആ ശബ്ദം കുറഞ്ഞു വരിക. വേദനയൊന്നുമില്ല, വോളിയം കുറവായിട്ട് വരിക. ഓക്കെ, അതായത് ശബ്ദം അടയുന്നു. അത് എത്ര നേരം നിൽക്കും? തുടർച്ചയായിട്ട് ശബ്ദം അടഞ്ഞിരിക്കുമോ അതോ കുറച്ചു നേരം അടഞ്ഞിട്ട് പിന്നെയും ശരിയാവുകയാണോ? അതൊരു രാവിലെ തുടങ്ങിയാൽ അത് നിരന്തരം ഇപ്പൊ ഈ ശബ്ദമേ ഉള്ളൂ. ഇത് കൂടുതലൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് കാത്ത ഒരു അവസ്ഥ വരിക.
ഓക്കെ, ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ശബ്ദം അടഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു 50 വയസ്സിന് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലൊക്കെ തന്നെയും ശബ്ദം സ്ഥിരമായി അടഞ്ഞു നിൽക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് തൊണ്ടയുടെ അകം അല്ലെങ്കിൽ നമ്മൾ തൊണ്ടയ്ക്കയുടെ ശബ്ദപേടകത്തെ നമ്മൾ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ടെസ്റ്റുകൾ ആവശ്യമാണ്. ഒരുപക്ഷെ ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ ഇൻഡയറക്ട് ലാരിഞ്ചോസ്കോപ്പി എന്ന OP-യിൽ ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ തന്നെ ENT ഡോക്ടറെ കണ്ടാൽ തൊണ്ടയുടെ ശബ്ദപേടകത്തിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കുന്ന ഒരു ടെസ്റ്റ് നിർബന്ധമായും ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് 2 ആഴ്ചയിൽ കൂടുതൽ ശബ്ദം അടഞ്ഞിരിക്കുന്ന, സ്ഥിരമായി ശബ്ദം അടഞ്ഞു പോകുന്ന പ്രായമുള്ള ആൾക്കാരിൽ, പ്രത്യേകിച്ച് സ്മോക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരിലാണെങ്കിൽ പ്രത്യേകിച്ച് അവർ അത്തരം ആൾക്കാർക്ക് ENT ഡോക്ടറെ നിർബന്ധമായി കാണിക്കുകയും തൊണ്ടയുടെ അകം ഡോക്ടർ തീർച്ചയായിട്ടും പരിശോധിക്കും. ഇൻഡയറക്ട് ലാരിഞ്ചോസ്കോപ്പി എന്നുള്ള ഒരു ടെസ്റ്റിലോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ലാരിഞ്ചോസ്കോപ്പി എന്ന് പറഞ്ഞ എൻഡോസ്കോപ്പിലുള്ള ഒരു ടെസ്റ്റോ തൊണ്ടയുടെ അകത്തെ ശബ്ദപേടകം പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് നിർബന്ധമായും ചെയ്യും. ഡോക്ടർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ശബ്ദത്തിന് ശബ്ദ അടവ് സ്ഥിരമായി വരുന്നതിന്റെ കാരണം എന്താണ് എന്ന് നാം ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ശബ്ദം ഉപയോഗിക്കുന്ന രീതി നമുക്കറിയാം. പാട്ട് പാടുന്നവരില്, സ്ഥിരമായിട്ട് പ്രസംഗിക്കുന്നവരില്, പ്രാസംഗികരില്, അത്തരം ശബ്ദം കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരില് ചിലപ്പോൾ ശബ്ദങ്ങൾക്ക് വോയിസ് അബ്യൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശബ്ദം കൃത്യമായി ഉപയോഗിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം കാര്യമാണോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഡോക്ടറെ നിർബന്ധമായും കാണിക്കുക. സ്ഥിരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അലർജി മൂലമാകാം. ചിലപ്പോൾ ഈ വലിയ ബുദ്ധിമുട്ടുള്ള കാരണങ്ങളൊന്നും ആവുന്നില്ല. അലർജി മൂലമാകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒരു ഗ്യാസ്ട്രിക് സെക്രീഷന്റെ കൂടുതൽ തൊണ്ടയിലേക്ക് വരുന്നത് കൊണ്ടാകാം. തൊണ്ടയ്ക്കകത്തുള്ള ശബ്ദപേടകത്തിലെ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകാം. എന്തായാലും ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ ഇൻഡയറക്ട് ലാരിഞ്ചോസ്കോപ്പിയോ മൂലം തൊണ്ടയുടെ ഉൾഭാഗം പരിശോധിച്ചു എന്ന് ഉറപ്പാക്കുക. മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ഈ വോയിസ് അബ്യൂസ് പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ റിഫ്ലക്സ് വരുന്ന ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂടുന്ന ആൾക്കാരിൽ കുറച്ചുനാൾ ഒരു 6 ആഴ്ച വരെയൊക്കെയുള്ള മരുന്നുകൾ തുടർച്ചയായിട്ട് ഇടവേള ഇല്ലാതെ തന്നെ കഴിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. അതോടൊപ്പം തന്നെ ശബ്ദം വ്യത്യാസം പഴയതുപോലെ നോർമൽ ആക്കുന്നുള്ള ചില എക്സസൈസുകൾ ചില ആൾക്കാർക്ക് ആവശ്യമായി വന്നേക്കാം. അത്തരം കാര്യങ്ങളും ചെയ്തേണ്ടി വന്നേക്കാം. ബേസിക്കലി 2 ആഴ്ചയ്ക്ക് കൂടുതൽ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. ഡോക്ടറെ, ഈ തൊണ്ടവേദന പലതരത്തിലുണ്ടാകാറുണ്ട്. അതിൽ നിസ്സാരമായ തൊണ്ടവേദനയുണ്ട്, കാരണം നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ ഉള്ള തൊണ്ടവേദനകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ തുടർച്ചയായി ഒരുപാട് ദിവസങ്ങൾ നിൽക്കുന്ന തൊണ്ടവേദനയുണ്ട്. പക്ഷെ അത് നോർമലി ചിലർക്കൊക്കെ മാറാറാണ് പതിവ്. പക്ഷെ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഇത്തരത്തിൽ പലതരത്തിൽ വേദന കൂടിയ തൊണ്ടവേദനകളൊക്കെ പലരും പറഞ്ഞതും എഴുതിയതുമായിട്ടൊക്കെ കണ്ടു. അപ്പം ഡോക്ടർമാരെ സമീപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ തൊണ്ടവേദന എത്തുന്നത് എപ്പോഴാണ്? ഏറ്റവും മാരകമായ വേദന ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജ് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ? എങ്ങനെ പ്രതിരോധിക്കാം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ക്രോണിക് ടോൺസിലൈറ്റിസ്, സ്ഥിരമായി തൊണ്ട പഴുക്കുന്ന, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ, വലിയ അഡൽട്ടിലും ഉണ്ടാകാറുണ്ട്, ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടാകുന്ന ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന് നമ്മൾ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുന്നു. ആഹാരം ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആഹാരം നമ്മൾ തൊണ്ടയിൽ തുറന്നു നോക്കുമ്പോൾ തന്നെ കാണാം തൊണ്ടയുടെ ടോൺസിൽസിന്റെ ഭാഗത്തില് വെള്ള പാച്ചുകൾ അല്ലെങ്കിൽ വെള്ള പൊട്ടുകൾ പോലെയുള്ള ഭാഗമുണ്ടാകും. ആഹാരം ഇറക്കാൻ പ്രയാസത്തോടൊപ്പം കടുത്ത പനിയും വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിനോടൊപ്പം ഉണ്ടാവും. പ്രത്യേകിച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവും. പക്ഷെ വീണ്ടും ഞാൻ പറയും, കോവിഡിന്റെ കാലഘട്ടത്തില് പനിയോ ഇത്തരം തൊണ്ടവേദനയോ വരികയാണെങ്കിൽ കോവിഡ് ഇല്ല എന്ന് ഉറപ്പാക്കുക ആദ്യത്തെ ഒരു ഘടകമാണ്. അത് കഴിഞ്ഞാൽ ക്രോണിക് ടോൺസിലൈറ്റിസ് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആന്റിബയോട്ടിക് മരുന്നുകളാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുക. അത് ചിലപ്പോൾ ഒരു 7 മുതൽ 14 ദിവസം വരെയൊക്കെ തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക് ആവശ്യമായി വന്നേക്കാം. നല്ലവണ്ണം സ്ഥിരമായിട്ട് ആന്റിബയോട്ടിക് ഒരു കൃത്യമായ ഡോസുകൾ കഴിച്ചിട്ടും സ്ഥിരമായിട്ട് വീണ്ടും ടോൺസിലൈറ്റിസ് വരുന്ന ആൾക്കാരുടെ ചികിത്സ അല്പം വ്യത്യസ്തമായിരിക്കാം. പക്ഷെ എങ്കിലും ആഹാരം ഇറക്കാൻ പറ്റാത്ത തരത്തിലുള്ള തൊണ്ടവേദന സ്ഥിരം വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രോണിക് ടോൺസിലൈറ്റിസ് സ്ഥിരം വരുന്ന ആൾക്കാർക്ക് അത് അത്തരം ഒരു രോഗം തന്നെയാണെന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ കഴിയും. എങ്കിലും കോവിഡ് ടെസ്റ്റ് അല്ല, വീണ്ടും ഞാൻ അത് പറയാണ്, കോവിഡ് അല്ല എന്ന് ഉറപ്പാക്കേണ്ട കാര്യമുണ്ട്. കാരണം അതിനോടൊപ്പം പനിയും മറ്റു ക്ഷീണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ഇത് രണ്ടും ഒരേ സിംറ്റംസ് ആയതുകൊണ്ട് കോവിഡ് അല്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് ആന്റിബയോട്ടിക് മരുന്നുകൾ ആവശ്യമാണ്. എപ്പോ ഡോക്ടറെ കാണണം? നമുക്കറിയാമല്ലോ, സ്ഥിരമായിട്ട് തൊണ്ടവേദന വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ആന്റിബയോട്ടിക് കഴിക്കാതെ അല്ലെങ്കിൽ ഇതിനുള്ള മരുന്നുകൾ ചെല്ലാതെ അവർക്ക് കുറയില്ല എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാര്യം ഇത് സ്ഥിരമായി വരുന്ന ആൾക്കാർക്ക് അറിയാം, അവരധികം താമസിയാതെ തന്നെ മിക്കപ്പോഴും ഡോക്ടറെ കാണുന്ന ഒരു ശീലം അവർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് അത് കുറയില്ല. അപ്പൊ തൊണ്ടവേദന കഠിനമായി നിൽക്കുന്നു, കോവിഡ് അല്ലെന്ന് ഉറപ്പിച്ച് കഴിയുന്നു, തൊണ്ടവേദന കഠിനമായി നിൽക്കുന്നു, ആഹാരം ഇറക്കാനുള്ള പ്രയാസവും മറ്റു കാര്യങ്ങളും നിൽക്കുന്നു, തീർച്ചയായും ഡോക്ടറെ സമീപിക്കുക. ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, വെള്ളം കുടിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ട്, കഠിനമായ പനി, തൊണ്ടയുടെ വശങ്ങളിലേക്ക് തൊടുമ്പോൾ, തൊണ്ട കഴുത്തിലേക്ക് തൊടുമ്പോൾ തന്നെ നല്ല ശക്തമായ വേദന ഉണ്ടാവുക, ഇതൊക്കെ ഡോക്ടറെ കാണുന്നതിനുള്ള സൂചനയാണ്. വീണ്ടും പറയുന്നു, കോവിഡ് അല്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം.
ഡോക്ടർ, ഈ കണക്കൊക്കെ പ്രകാരം കോവിഡ് രോഗികളിൽ 10-12% മാത്രം ആളുകൾക്കാണ് തൊണ്ടവേദന ഒരു ലക്ഷണമായിട്ട് വരുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പം ഈ ലക്ഷണമായി തൊണ്ടവേദന ഉണ്ട് എന്ന അറിവോടെ നേരത്തെ ഡോക്ടർ പറഞ്ഞു ഉറപ്പാക്കുക എന്നുള്ളത് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ തൊണ്ടവേദനയുള്ള ആളുകളൊന്നും പൂർണ്ണമായും എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊന്നും ഇപ്പോഴും ഇല്ല. കാരണം ഭയമാണ് ആദ്യം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊണ്ടവേദന വരുമ്പോഴേക്കും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അത് ഒരു ശരിയായ തീരുമാനമാണോ? ഇല്ലെങ്കിൽ നമുക്ക് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ചെറുതായിട്ടെങ്കിലും വന്നാൽ നിർബന്ധമായും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഇപ്പോഴെങ്ങനെയാണ്? അബ്സല്യൂട്ട്ലി. ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറയാം. നമുക്ക് തീരെ തൊണ്ടവേദന മാത്രമായിട്ടായിരിക്കില്ല പലപ്പോഴും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോവിഡിൽ ഏതാണ്ട് 80% ആൾക്കാർക്കും ഒരു രോഗലക്ഷണം ഉണ്ടാകാറില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. 80%, 100 പേരിൽ 80% ആൾക്കാരിലും ഒരു രോഗലക്ഷണം ഉണ്ടാകാറില്ല. അതിലെ കുറച്ച് 15% മുതൽ 20% ആൾക്കാരാണ് രോഗലക്ഷണം ഉണ്ടാവുക. അതിൽ ഒരു ചെറിയ ശതമാനം പേർക്കാണ് ഈ തൊണ്ടവേദനകൾ ഉണ്ടാവുക. പലർക്കും ചിലപ്പോൾ ഒരു മൂക്കൊലിപ്പ് മാത്രമേ കാണൂ, ചിലർക്ക് ഫീവർ മാത്രമേ കാണുകയുള്ളൂ, ചിലർക്ക് ചുമ മാത്രമേ കാണുള്ളൂ. അതിനോടൊപ്പമുള്ള ധാരാളം രോഗലക്ഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ തൊണ്ടവേദന. അപ്പൊ നമ്മൾ തൊണ്ടവേദന മാത്രമായിട്ടാണ്, ഐസൊലേറ്റഡ് ആയിട്ട് ഒരു തൊണ്ടവേദന മാത്രം വരികയാണ്. സ്ഥിരം വരുന്ന ആൾക്കാരിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതൊരു ടോൺസൈറ്റിസ് ആണ് അല്ലെങ്കിൽ സ്ഥിരം വരുന്ന രോഗമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമായിരിക്കും. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന കോവിഡിന്റെ ഏതെങ്കിലും ലക്ഷണങ്ങളിൽ ഒന്നുപോലും ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ടെസ്റ്റ് ചെയ്താൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളിന് കോവിഡ് കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഇത്രയും നമുക്ക് റാമ്പന്റ് ആയിട്ടുള്ള സ്പ്രെഡ് ഉണ്ടായിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള ഒരാളിന് പോലും കൊടുക്കാതിരിക്കുന്ന ഒരു രീതിയിലേക്ക് അത് ആക്കുക എന്നുള്ളതാണ് കോവിഡിന്റെ മാനദണ്ഡം. തീർച്ചയായിട്ടും അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ സാധാരണ ആന്റിബയോട്ടിക് മരുന്നുകളിൽ മിക്ക അസുഖങ്ങളും മാറുന്നതാണ്. ചിലപ്പോൾ ആവശ്യമാണെങ്കിൽ മറ്റു ചില മരുന്നുകളും വേണ്ടി വന്നിരിക്കാം. ശരി ഡോക്ടർ, കോട്ടയത്ത് നിന്നൊരു കോൾ ഉണ്ട്. സോമനാണ്. സോമൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. യെസ്, നമസ്കാരം സോമൻ. തോമസ് സാറേ, 1.5 വർഷമായിട്ട് എനിക്ക് ജലദോഷം തുമ്മലും ഉണ്ട്. അത് ഇതിന്റെയാണോ? ഹലോ. കേൾക്കാം. 1.5 കൊല്ലമായി ജലദോഷവും തുമ്മലും. അലർജി ഉള്ള ആളാണ്. അപ്പം ഈ മരുന്ന് യൂസ് ചെയ്യുന്നുണ്ട്. 1.5 വർഷമായിട്ട് തുമ്മലും ജലദോഷം മാറുന്നേ ഇല്ല. 1.5 കൊല്ലമായിട്ട് സ്ഥിരമായി നിൽക്കുന്ന ജലദോഷവും തുമ്മലും ഒക്കെ ഉള്ള ഒരാളിന് അതൊരു കോവിഡ് രോഗമാണ് എന്ന് പ്രാഥമികമായിട്ട് തന്നെ പറയാൻ കഴിയില്ല. അതൊരു സ്ഥിരം നിൽക്കുന്ന ഒരു രോഗം. പണ്ട് മുതലേ ഈ 1.5 years എന്ന് പറയുമ്പോൾ കോവിഡ് തുടങ്ങിയ കാലഘട്ടം മുതലുള്ള ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ 1.5 കൊല്ലമായിട്ട് ഏതാണ്ട് അടുത്ത് വരും. പക്ഷെ അതല്ല, നിങ്ങൾക്ക് സ്ഥിരമായി അലർജി വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ആദ്യമേ തന്നെ ഒരു കോവിഡ് ആണ് എന്ന് ധരിക്കേണ്ട കാര്യമില്ല. സ്ഥിരമായി മുമ്പ് തന്നെ ചികിത്സയിൽ ഇരിക്കുന്ന ആൾക്കാർ സ്ഥിരമായി തുമ്മലും മൂക്കൊലിപ്പൊക്കെ ഉണ്ടായിരിക്കും. അലർജി ഉണ്ടാകുന്നതാണെങ്കിൽ ഈ അലർജി അറിയാലോ, നമുക്ക് ഫാമിലിയിൽ തന്നെ എല്ലാവർക്കും അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ രക്തബന്ധുക്കൾക്ക് ആർക്കുമോ ഒക്കെ ഉള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് ഈ അലർജിയുടെ രൂപത്തിൽ നമ്മുടെ തലമുറയിലും അല്ലെങ്കിൽ രോഗിക്കും തുടരുന്നത്. അപ്പൊ അത്ര ഒരു ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അലർജി കോവിഡ് ആണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. പക്ഷെ ഈ അലർജിയെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പാരമ്പര്യ ഘടകമുണ്ട്. അന്തരീക്ഷത്തിലെ ധാരാളം ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കാറുണ്ട്. നമ്മളെ വർക്ക് ചെയ്യുന്ന രീതി പൊടിപടലമുള്ള രീതിയാണോ, പെയിന്റ് മീൻസ് ആക്ച്വലി അലർജി ഉണ്ടാക്കുന്ന എന്തും, അത് പൊടിപടലമാകാം, ചിലപ്പോൾ AC ആവാം, വളരെ തണുപ്പുള്ളതാകാം, വലിയ പ്രകാശമാകാം, ചില ആഹാര സാധനങ്ങൾ പോലും ആകാം. അത്തരം രീതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്തരം ഇതിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെ മാക്സിമം ഒഴിവാക്കി നിർത്തുക. ENT ഡോക്ടറെ തീർച്ചയായിട്ടും കാണുക. അലർജി എന്താണ് കാരണം, മൂക്കിനകത്ത് സ്ഥിരമായ അലർജി നിൽക്കുന്ന ആൾക്കാർക്ക് മൂക്കിനകത്ത് ചത വളർച്ചയോ അല്ലെങ്കിൽ അത്തരം തടിപ്പുകളോ മറ്റു ശ്വാസത്തിന് തടസ്സം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും അലർജി മാത്രമാണ് നിലക്കുന്നതെങ്കിൽ മൂക്കിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, മൂക്കില് തുള്ളിമരുന്നുകൾ, ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന തുള്ളിമരുന്നുകളൊന്നും സ്ഥിരമായി വാങ്ങിച്ച് ഉപയോഗിക്കരുത്. അതിന് പകരം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മൂക്കിൽ ഉപയോഗിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ പലപ്പോഴും അലർജിയെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തുകയും സ്ഥിരമുണ്ടാകുന്ന ജലദോഷത്തിനൊക്കെ നമുക്ക് വളരെ ശമനം ലഭിക്കുകയും ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഡോക്ടറെ കാണുക. കാരണം മൂക്കിന്റെ ഉള്ളിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇതിനോടൊപ്പം പല ആൾക്കാരിലും ഇതിനോടൊപ്പം ശ്വാസം മുട്ടൽ രോഗം, അതായത് ആസ്മയുടെ തന്നെ രോഗം ഈ അലർജി ഉള്ള ആൾക്കാർക്ക് നിൽക്കാറുണ്ട്. അതില്ല എന്ന് ഉറപ്പാക്കുക. അലർജി മാത്രമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. ചില നിർദ്ദേശങ്ങൾ കർശനമായിട്ട് അനുസരിക്കണമെന്ന് മാത്രം. ശരി ഡോക്ടർ, ഈ ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ഒക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ കോവിഡിന്റെ ടെസ്റ്റൊക്കെ എടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ചെറിയ ലക്ഷണം വരുമ്പോൾ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ഇല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലായാലും നമ്മുടെ മറ്റ് കാര്യങ്ങളിലായാലും ഒക്കെ മാറ്റം വന്നത്, അതൊക്കെ മാനേജ് ചെയ്ത് പോവുക, കൂടുതലായി ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരുപക്ഷെ നമ്മളിപ്പോ ഈ ഡിസ്കഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയായിരിക്കും. രോഗം വരാനൊന്നും കാത്തിരിക്കേണ്ട. രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങളെല്ലാം നമ്മുടെ കൈ തന്നെയുണ്ട്. അത്ഭുത മരുന്നുകളോ
അത്ഭുത ഗുളികകളോ അത്ഭുത തുള്ളിമരുന്നുകളോ ഒന്നിന്റെയും ആവശ്യമില്ല. രോഗം അല്ലെങ്കിൽ കോവിഡ് രോഗമല്ല, എന്ത് രോഗവും വരാതിരിക്കാനുള്ള രോഗപ്രതിരോധ മാർഗങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ എല്ലാ കാലവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വളരെ ചുരുക്കി പറയാം. ഒന്ന്, എന്താ വേണ്ടത്? ഏറ്റവും നല്ല സമീകൃത ആഹാരം. സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ ഒരുപാട് ആഹാരം കഴിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതല്ല. സമീകൃത ആഹാരം എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച്, പ്രോട്ടീന്റെ അളവ് കുറച്ച്, മലക്കറി ആഹാരങ്ങളുടെ അളവ് കൂട്ടി കഴിക്കുന്ന എല്ലാ ദിവസവും കൃത്യമായി കഴിക്കുന്ന ആഹാരം. അതിനകത്ത് മലക്കറികളും എല്ലാ ആഹാരത്തിനോടൊപ്പവും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സും ഉൾപ്പെടുന്ന, വീട്ടിൽ ലഭിക്കുന്ന ഒരു ഫ്രൂട്ട് ആയിക്കോട്ടെ, അത്തരം വീട്ടിൽ ലഭിക്കുന്ന വില കൂടിയ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങേണ്ട, വീട്ടിൽ ലഭ്യമാകുന്ന എന്തെങ്കിലും ഫ്രൂട്ട് ഉൾപ്പെടെയുള്ള സമീകൃത ആഹാരമാണ് ഏറ്റവും നമ്മുടെ രോഗപ്രതിരോധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. രണ്ടാമത്തെ മാർഗം, നമ്മൾ കൃത്യമായി ഉറക്കം. ഒരു പോയിന്റ് പെട്ടെന്ന് പറയാം. കൃത്യമായ ഉറക്കം, കൃത്യമായ വ്യായാമം, കൃത്യമായ മാനസിക ഉല്ലാസം. ഇത് തന്നെയാണ് എല്ലാ രോഗത്തിനുമുള്ള പ്രതിരോധം, കോവിഡിനും മറ്റ് അസുഖങ്ങൾക്കും എല്ലാം. ശരി, താങ്ക് യു ഡോക്ടർ. ഇത്രയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്. കോവിഡും തൊണ്ട രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഡോക്ടർ സുൽഫി നൂഹ് സംസാരിച്ചത്. വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. കോവിഡ് ജാഗ്രത പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി